Oh, hey. Oh, hey. Oh, hey. സോ ഹേ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബൈ KP ഫിലിംസ്. നമ്മളെ ചാനലിൻ്റെ നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ ബാനറിൽ നമ്മൾ ടെക് ഫൺ എക്സ്പെരിമെൻറ്റ് മെനി മോർന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഡിസ്ക്രിപ്ഷനിലുണ്ട് വി വിൽ ഡു ഓൾ ടൈപ്സ് ഓഫ് കണ്ടന്റ്. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കിംഗ് വിത്ത് മോം എന്നുള്ള സീരീസ് തുടങ്ങാൻ പോവാണ്. ഇത് ഫസ്റ്റ് എപ്പിസോഡാണിന്ന്. അപ്പോൾ ഒട്ടും ടൈം വെച്ചാൽ നമുക്ക് വീഡിയോ ഒക്കെ ഇറക്കാം. അതിന് മുന്നേ എന്താ പറഞ്ഞുതരാം, നമ്മളിന്നൊരു ചിക്കൻ കറി വിത്ത് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോവാണ്. വെറും ചിക്കൻ കറി അല്ല, തേങ്ങാത്ത് കൊത്തിട്ട ചിക്കൻ കറി. അപ്പോൾ ഒട്ടും ടൈം വെച്ചാൽ നമുക്ക് നേരെ വീഡിയോ ഒക്കെ ഇറക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വണ്ടി എടുത്ത് നമ്മളെ അടുത്തുള്ള ചിക്കൻ സ്റ്റാളിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചിക്കൻ മേടിക്കാം. ഇതാണ് നമ്മുടെ അടുത്തുള്ള ചിക്കൻ സ്റ്റാള്. അങ്ങനത്തെ ആ ചിക്കൻ കിട്ടി നമുക്ക്. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് എത്തിയിരിക്കാം. നമ്മളെ അടുത്തുള്ള പുഴയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ അടുത്തുള്ള ജാം ജൂമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താറായി. ഗൈസ്, അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ മേടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സുന്ദര കുട്ടപ്പനാക്കി കഴുകിയെടുക്കണം. നമുക്ക് പിന്നെ ഉണ്ടാക്കി നല്ല അടിപൊളിയാക്കി ചിക്കൻ മാത്രം മുങ്ങ ഇഷ്ടമായതുകൊണ്ട് എനിക്കിത് കഴുകാൻ ഇഷ്ടമല്ല. അപ്പം നമ്മൾ അമ്മയാണ് ഇത് കഴുകണേ. ഗൈസ്, അങ്ങനെ നമ്മളെ റൗണ്ട് 2 ആയിട്ട് നല്ല വൃത്തിക്ക് കഴുകുകയാണ്. നല്ല വൃത്തിക്ക് കഴുകണം, അല്ലെങ്കിൽ അതിൻ്റെ വേസ്റ്റൊക്കെ നമ്മളെ കറിയിൽ വരുന്നത് നല്ല വൃത്തിക്ക് കഴുകുക. ഇനി നമുക്ക് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ട് മസാല തേച്ച് കുട്ടപ്പനാവണം. ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഉപ്പും പിന്നെ മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. നമ്മൾ മസാല അതിന് ശേഷമാണ് ഉണ്ടാക്കുക. ഗൈസ്, അപ്പോൾ നമ്മൾ ചിക്കൻ കറീൻ്റെ കൂടെ ബോണസ് ആയിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കണം എങ്ങനെയാണ് കാണിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇങ്ങനത്തെ 1 കിലോ നെയ്ച്ചോറരി വേണം. പിന്നെ ഡാൽഡ, പിന്നെ നമ്മളെ നെയ്യ്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ക്യാരറ്റ്, പിന്നെ നെയ്ച്ചോറ് മസാല. ഇത്രയും ഐറ്റംസാണ് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടത്. ഗൈസ്, അപ്പം നമുക്ക് ഇനി ചിക്കൻ കറിക്കുള്ള മസാല ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഈ ഇരിക്കുന്നത്. നമുക്കൊരു ഇഞ്ചീൻ്റെ കഷ്ണം വേണം, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി വേണം. ഇനി നമുക്ക് ഇത് അരയ്ക്കുമ്പോൾ ഇതിൻ്റെ കൂടെ മസാലകൾ ഇടണം. ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഈ മിക്സിയിലിട്ട് നല്ലോണം അരയ്ക്കണം. അതിനൊപ്പം തന്നെ നമ്മൾ മസാല ഇടും. അപ്പൊ നമ്മൾ ഇനി മസാല ഇടാൻ പോവാണ്. ആദ്യം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടണം. അത്യാവശ്യത്തിന് ഇട്ടാൽ മതി. പിന്നെ നമുക്ക് മുളക് പൊടിയാണ് വേണ്ടത്. നമ്മൾ 2 ടീസ്പൂണാ ഇതിലാവട്ടെ മുളക് പൊടി ഇടുക. ഗൈസ്, അങ്ങനെ നമ്മളെ മസാല നല്ല അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ചിക്കനിക്ക് തേക്കണം. അതിന് മുന്നേക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ചേർക്കണം. നമ്മളിതിൽ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കണേ. അപ്പം നമുക്ക് തേങ്ങാക്കൊത്ത് റെഡിയാക്കാം. ഗൈസ്, അപ്പം നമ്മളെ തേങ്ങ ഇങ്ങനെ ഒരു മീഡിയം സൈസിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് ചിക്കനിക്ക് ഇടണത് നമ്മളെ കൊത്തി അരിഞ്ഞ തേങ്ങ നമ്മളെ ചിക്കനിക്ക് ഇടുകയാണ്. എന്താ ഒരു ഭംഗി. നമ്മൾ മസാല വയ്ക്കാൻ പോട്ടോ. ഇതിനായിട്ട് മസാല വാരി ഇങ്ങനെ എടുത്ത് അയക്കാൻ ഇടുക. നല്ല തിരുമ്മേട് പിടിപ്പിക്കുക. മോനെ സാറ്റിസ്ഫൈങ് സൗണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ മസാല തേച്ച ചിക്കൻ നല്ല മണവാളനായി നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് സെറ്റ് ചെയ്യാൻ കുറച്ച് നേരം വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇനി നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഐറ്റംസ് ഒക്കെ റെഡിയാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പം നമുക്ക് അതാണ് ചെയ്യാനുള്ളത് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മളെ കട്ടിങ് ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ക്യാരറ്റും കൂടെ ഈ കഷ്ണം കൂടെ കഴിഞ്ഞാൽ നമ്മളിനി ഉള്ളിയും കട്ട് ചെയ്യുക. നമ്മളെ ഉള്ളി കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മൂക്ക് എന്നുള്ള ഭാഗം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് കളയുക. നമ്മൾ നീളത്തിലാണ് അരിയണ്ടേ. ഉള്ളിയൊക്കെ ഉള്ളിയും ക്യാരറ്റും മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 5 ലിറ്ററിന്റെ കുക്കർ നമ്മൾ സ്റ്റൗവ് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും ചൂടാണ് നേരം കൊണ്ട് നമുക്ക് നമ്മുടെ അരി കഴുകിയെടുക്കണം. നമ്മൾ അരി അളന്നെടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇപ്പൊ ടോട്ടല് 5 കപ്പ് അരി ഇട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ഇരട്ടി കപ്പ് വെള്ളം അതിലെടുക്കണം. 5 കപ്പ് അരി കാരണം നമ്മൾ 10 കപ്പ് വെള്ളം എടുക്കണം. ഗൈസ്, അപ്പൊ നമ്മളെ നെയ്ച്ചോറ് ഇടാനുള്ള കുക്കർ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിക്ക് ഗാർണിഷ് ചെയ്യാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുക്കണം. അപ്പൊ ചൂടായ നമ്മളെ കുക്കറിലേക്ക് നമ്മൾ ഡാൽഡയും നെയ്യും മിക്സ് ചെയ്തിട്ട് ഇടാൻ പോവാണ്. നമ്മൾ ചൂടായ നമ്മളെ നെയ്യിലേക്ക് ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പാണ് ഇടുന്നത്. അതിനുശേഷം വേണം നമുക്ക് മുന്തിരി ഇടാൻ.
അതിനുശേഷം മുന്തിരിയും കൂടി ഇടുക. ഗൈസ് അങ്ങനെ നമ്മളെ മുന്തിരിയും അണ്ടിപ്പരിവും വറുത്തുണ്ട്. ഇനി നമുക്കിത് കോരി എടുക്കാം. നല്ല എണ്ണ തിളക്കണ അണ്ടിപ്പരിപ്പ് മുന്തിരി. വാവ്. നമുക്ക് നമ്മളെ നെയ്ച്ചോറിക്ക് വേണ്ട ഉള്ളി വഴക്കാൻ പോകണം നമ്മള്. അപ്പോൾ നമ്മളൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും നമ്മളെ ക്യാരറ്റ് ഇടുന്നതാണ് ഗൈസ്. അപ്പൊ നമ്മൾ ഇനി ക്യാരറ്റ് ഇട്ട് ഇളക്കാൻ പോവാണ്. ഗൈസ് അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്തില്ല വേണ്ട, ഞാൻ അത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ക്രെഡിറ്റ് എടുക്കാൻ നമ്മൾ തന്നെ മതി ഇവിടെ. ഗൈസ് നമുക്ക് ഇതിന്റെ ഫ്ലേവർ കറക്റ്റ് നെയ്ച്ചോറിന്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മസാല ഒക്കെ എടുത്ത് അതിന്റെ കൂടെ ഇടുന്നുണ്ട്. ഗൈസ് നമ്മളെ ഉള്ളിയും മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതില് നമ്മളെ നെയ്ച്ചോറിന്റെ അരി ഇടണം. അതിനുശേഷം ഒന്ന് ഇതാക്കിയതിനു ശേഷം നമ്മള് വെള്ളം ഒഴിക്കാൻ പോണേ. ഗൈസ് നമ്മളങ്ങനെ അരി ഇടാണ്. എന്താ രസം. നമ്മളെ നെയ്ച്ചോറൊക്കെ ഇതാ റെഡി ആയി വരുന്നുണ്ട്. ഇനി നമ്മളിതിൽ 5 കപ്പ് അരി എടുത്തിട്ടുള്ളത്. സോ നമ്മൾ 10 കപ്പ് വെള്ളം ഒഴിക്കണം ഗൈസ്. അപ്പൊ നമ്മൾ 10 കപ്പ് വെള്ളം ഒരു പാത്രത്തിലായിട്ട് നേരെ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് ഇതിന്റെ കുക്കറിന്റെ അടപ്പ് വെച്ച് അടച്ചേക്കാം. അപ്പൊ നമ്മൾ അടപ്പ് വെച്ച് അടക്കുന്നതിന് മുന്നേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഗൈസ്. അപ്പൊ നമ്മളെ ചോറ് ഇതിൽ കിടന്ന് വിസിലടിക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും നമ്മളെ ചിക്കൻ കറി നമുക്ക് സെറ്റ് ആക്കാം ഗൈസ്. നമ്മളപ്പോ ചിക്കൻ കറി ഉണ്ടാക്കാൻ നമ്മള് ട്രഡീഷണൽ അടുപ്പ് കത്തിച്ചിട്ടാണ് ഉണ്ടാക്കണേ. അതിനായിട്ട് വിറകെടുക്കാണ് നമ്മളിപ്പോ. ഓ ഹൈ ഓ ഹൈ ഓ ഹൈ ഗൈസ്. ഇപ്പൊ നമ്മള് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ നമ്മളെ ചിക്കൻ കറിയിലെ ചിക്കൻ കയറ്റണം. ഗൈസ് നമ്മളെ ചിക്കൻ നമ്മൾ അടുപ്പത്ത് കയറ്റിണ്ട്. നമുക്കിതില് വെള്ളം ഒഴിക്കണം. നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് തിളച്ചതിന് ശേഷം അതിൽ നമ്മൾ ചിക്കൻ മസാല ഇടാൻ പോണേ ഗൈസ്. അപ്പൊ നമുക്കിത് തിളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മളെ മസാല എടുത്ത ജാറിൽ തന്നെ ഒഴിച്ചിട്ട് ഒഴിക്കാം. ഗൈസ് അപ്പോൾ ഫസ്റ്റ് വിസിലടിച്ചപ്പോൾ തന്നെ നല്ല നെയ്ച്ചോറിന്റെ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളെ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ ചൂടൊക്കെ മാറിയിട്ട് നമുക്ക് തുറക്കാം. നമ്മളെ ചിക്കൻ കറി നല്ല അടിപൊളിയായി തിളക്കുന്നുണ്ട്. അപ്പൊ നമ്മളിതാ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ഇളക്കുക. അതിനുശേഷം മിന്നി വെയിറ്റ് ചെയ്യുക. അപ്പൊ നമ്മളിതാ നെയ്ച്ചോറത്തെ ഗ്യാസ് എല്ലാ സാധനമൊക്കെ നമ്മള് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. മോനെ നല്ല സ്മെല്ലാട്ടോ വരുന്നേ. നിങ്ങൾക്ക് വീഡിയോ കൂടെ സ്മെല്ല് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നില്ല. കണ്ടോ ടിപ്പൊളി നെയ്ച്ചോറ്. നമ്മളെ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അതിന്റെ മേലെ കൂടെ ഇട്ട് ഇളക്കാൻ പോവാണ്. വാവ് നല്ല സ്മെല്ല് കേട്ടോ. ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്ര അടിപൊളി സ്മെല്ലാണ് ഗൈസ്. അപ്പൊ നമ്മളെ ചിക്കൻ കറിയിലേക്ക് ഇടാൻ നമ്മൾ കുറച്ച് ചെറിയുള്ളി വറുത്തുണ്ട്. നമ്മളത് ചിക്കൻ കറിക്ക് ഇടണം. ഇത് നോക്കിയേ ഏതാ നമ്മളെ ചിക്കൻ കറിന്റെ മോനെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ ചിക്കൻ കറീന്റെ. ഇനി നമുക്ക് ഇതിൽ നമ്മളെ ഉള്ളി വറുത്തതും കുറച്ച് കറിവേപ്പിലൊക്കെ ഇടണം. ഹായ് അപ്പോഴാണ് അത് ടോപ്പിംഗ് ആയത്. സെറ്റായി. നമ്മൾ ചെറിയുള്ളി വറുത്തത് ഇടുകയാണ്. നല്ല കുത്തി ഇളക്കി കൊടുക്കണം കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ നെയ്ച്ചോറും എന്താ സെറ്റായിട്ടുണ്ട്. നല്ല സ്മെല്ലാട്ടോ നെയ്ച്ചോറിന്റെ ഒക്കെ. നമുക്ക് ഇതൊക്കെ രണ്ടൊന്ന് കുറച്ച് ചൂടാറിയതിനു ശേഷം ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ് അപ്പൊ നമ്മള് ഫേസ് റിവീൽ ഇതുവരെ ചെയ്യാത്തത് കൊണ്ടും ഫേസ് കാണിച്ചു തരാൻ പറ്റാത്തതായിട്ട് നമ്മളിപ്പോ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ആദ്യം നമ്മൾ കുറച്ച് നമ്മൾ നല്ല ആവി പറക്കുന്ന ചിക്കൻ കഷ്ണം എടുക്കുക. നമ്മള് നെയ്ച്ചോറിന്റെ ഇട്ടിട്ട് ഒരു വാഴ വെച്ച് നോക്കുക. മോനെ അടിപൊളി ടേസ്റ്റ്. എല്ലാവർക്കും ടൈം ഉണ്ടെങ്കിൽ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്.
ഗൈസ് അങ്ങനെ നമ്മൾ കുക്കിംഗ് വിത്ത് മോംസ് എന്നുള്ള സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ ഉണ്ടാക്കിയ റെസിപ്പി എല്ലാവർക്കും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഭയങ്കര ഈസിയാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മൾ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.